മേരി ഇമാക്കുലേറ്റ് ഫാമിലി യൂണിറ്റിൻ്റെ വാർഷികാഘോഷം ഫാമിലി യൂണിറ്റിൻ്റെ വാർഷികാഘോഷം ആരംഭിക്കുകയാണ്. ആദ്യം ഈശ്വര പ്രാർത്ഥന. എല്ലാവർക്കും എണീറ്റ് നിൽക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി റിൻസി ക്ഷണിച്ചു കൊടുക്കും. മരണമേ എൻ്റെ ഹൃദയത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഹോളി ഫാമിലി ചർച്ചിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായ ഈ മേരി അവിടുത്തെ മെമ്പേഴ്സ് കൂടിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡിവൈൻ നഗറിലുള്ള ഇടവക്കാരായിട്ടുള്ള എല്ലാവരും കൂടെ ഇവിടെ പ്രത്യേകമായിട്ട് അച്ഛൻ്റെ ഈ മറ്റുള്ളവരുടെയും അഭിപ്രായ പ്രകാരം കൂടുകയാണ് ഉണ്ടായത്. നമ്മുടെ ഈ യൂണിറ്റ് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് നോട്ടീസായിരുന്നു അച്ഛൻ കൊടുത്തത്. ഇതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു തീരുമാനങ്ങൾ. അതുകൊണ്ട് ഇന്നലെ അച്ഛനെ അച്ഛൻ സ്വീകരിച്ച് വന്നു. വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഇവിടെ യോഗം ചേർന്ന് നമ്മുടെ പുതിയ യൂണിറ്റ് 2023 ഫെബ്രുവരി മാസത്തിൽ അമ്പഴങ്ങോട് കൂടി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ യൂണിറ്റിന്റെ ആദ്യത്തെ യോഗം ശ്രീ മാനുവൽ മെൻഡസിന്റെ വസതിയിൽ കൂടുകയുണ്ടായി. മാർച്ച് മാസത്തിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും കുരിശിന്റെ വഴി നടത്തി 3 ആഴ്ചകളിലായി അവസാനിപ്പിച്ചു. ബ്ലോക്ക് തലത്തിലെ കുരിശിന്റെ വഴിയിലും നമ്മൾ പങ്കെടുക്കുകയുണ്ടായി. 2023 മെയ് 1 നേരത്തെ സദ്യയുടെ സംഭാവന നമ്മുടെ യൂണിറ്റിൽ നിന്നും കൊടുക്കുകയും ചെയ്തു. 2023 ആഗസ്റ്റ് മാസത്തിൽ 3-ാം തീയതി നമ്മുടെ യൂണിറ്റ് 2023 ഫെബ്രുവരിയിൽ സെയിന്റ് സെബാസ്റ്റ്യൻ അമ്പഴങ്ങോടുകൂടിയാണ് മേരി ഇമാക്കുലേറ്റ് ഫാമിലി യൂണിറ്റിന്റെ കണക്കുകൾ തുടങ്ങുന്നത്. അതിലേക്ക് വരവ് 4950 രൂപയാണ്. ചെലവ് പള്ളിയിലേക്ക് കൊടുത്തത് 1650, അടക്കം 2880 രൂപയും. ഓഫറിംഗ് എമൗണ്ടായി കിട്ടിയത് 6363 രൂപയാണ് പള്ളിയിലേക്ക് നൽകിയത്. 2023 വിശ്വസ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കളക്ഷനായി 6 ജാനുവരിയിൽ സെന്റ് സെബാസ്റ്റ്യന്റെ അമ്പഴങ്ങലിപ്പിന്റെ വരവ് 4000. വാർഷികത്തിന് ഞാൻ പോകാറില്ല. ഇവിടെ വന്നിട്ട് ഇത് ആദ്യമായിട്ട് കഴിഞ്ഞ് 2 യൂണിറ്റും കൂടി ഉണ്ട്. 2 യൂണിറ്റിൻ്റെ വാർഷികം അടുത്ത ആഴ്ചയിലായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു യൂണിറ്റിന് പോയിട്ട് വരികയായിരുന്നു. തീരെ ആള് കുറവ്. അപ്പോൾ കഴിഞ്ഞ നിങ്ങളുടെ യൂണിറ്റിൻ്റെ യോഗത്തിന് ഞാൻ വന്നില്ലായിരുന്നു. അവിടെ പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പോയ യൂണിറ്റിലേക്ക് ചോദിച്ച് ഏതെങ്കിലും യൂണിറ്റിൽ വണക്കമാസം ഉണ്ടോ എന്ന് ചോദിച്ചത് ചില യൂണിറ്റിൽ ഇല്ല, ഇതുവരെ ഇല്ല. നമ്മളെപ്പോൾ അടുത്ത പുതിയതായിട്ട് വരുന്ന അച്ഛൻ ഞങ്ങളുടെ ഇടവക വികാരിയായിരുന്നു. നല്ലൊരു അച്ഛനാണ്. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് വളരാൻ, ആത്മീയമായിട്ട് വളരുവാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കഴിഞ്ഞ കാലത്തേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കരുത്. നിങ്ങളൊക്കെ മുന്നോട്ട് നടക്കുന്നവരാണ്. കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ ആ ഒരു പഠനവുമായിട്ട് നല്ല വ്യക്തിത്വമായിട്ട് ഇന്ന് കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് നമുക്ക് ഉല്ലസിക്കാം. നമ്മൾ ശരിക്കും ഉല്ലസിക്കുന്നുണ്ട്. അച്ഛൻ്റെ നല്ല വാക്കുകളിലൂടെ തന്നെ നമ്മളുടെ ആത്മാവിന് തന്നെ നല്ലൊരു ബലം കിട്ടിയത് പോലെ തോന്നുന്നുണ്ട്. അതിലുപരി നമ്മളുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് ക്യാഷ് അവാർഡ് സ്വീകരിക്കുകയുണ്ടായി.
നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നും നമ്മളും ആ മകൾക്ക് മറ്റുള്ള കുട്ടികൾക്കും ഒരു മോട്ടിവേഷൻ ആകാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഈ കൂട്ടായ്മയുടെ പേരിൽ മകൾക്ക് ഒരു ക്യാഷ് അവാർഡ് നൽകിയാണ്. അതിന് അച്ഛനെ ക്ഷണിക്കുന്നു. സെക്കൻഡ് കിട്ടിയത് ക്രിസ്റ്റി ഡിസിൽവയ്ക്കാണ്. ഈ വർഷം ഫസ്റ്റ് 100-ൽ 84 മാർക്ക് വാങ്ങിയ ക്രിസ്റ്റിയെയും ഞങ്ങൾ ഈ കൂട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. ജോൺസൺ ഡിസിൽവയുടെ വൈഫ് ക്രിസ്റ്റി ഡിസിൽവയെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അച്ഛൻ ഈ ക്രിസ്റ്റിക്കും ക്യാഷ് അവാർഡ് നൽകുവാനായിട്ട് ക്ഷണിക്കുന്നു.